ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴാണ് വരുന്ന വഴിക്ക് ഇങ്ങനെ സൂര്യകാന്തി പാടമൊക്കെ കണ്ടത്. അപ്പോൾ 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിർത്തുമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നിർത്തി, ഫോട്ടോയൊക്കെ എടുത്തു. മൈസൂർ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ലോഡ് അന്ന് ആവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. ലോഡിങ്ങുകാർ കുറവാണ്, പണിക്കാർ കുറവാണ്, നോമ്പൊക്കെ ആയതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവരോട് സംസാരിച്ചിരിക്കുകയാണ് പ്രതിവേട്ടൻ. ലോഡ് എങ്ങനെയെങ്കിലും കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് ലോഡ് കയറ്റാനൊക്കെ തുടങ്ങിയത്. അപ്പം ഞങ്ങൾ കുക്ക് ചെയ്തു. ബീഫ് വാങ്ങിച്ചു. ബീഫും ചോറുമായിരുന്നു. അപ്പോൾ അതൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു, പാത്രങ്ങളും ഒക്കെ. ഇവർ ഇങ്ങനെ വരുന്ന വഴിക്കൊക്കെ നിർത്തിയിട്ട് കുക്ക് ചെയ്തിട്ട് ഒക്കെയാണ് കഴിക്കൽ. അധികം ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കാറില്ല. അപ്പോൾ അതുപോലെ ഞങ്ങളും കുക്ക് ചെയ്തു. പ്രതിഭേട്ടൻ തന്നെയാണ് കറിയൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ അന്ന് നമ്മൾ കുക്ക് ചെയ്ത് ബീഫാണ് വാങ്ങിയിരുന്നത്. കുറച്ച് ബീഫ് വാങ്ങിയിട്ട് അതും ചോറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ കുറേ സമയം അവിടെ തന്നെ നിന്നു. വെയിൽ കാരണം ഒരു ടർക്കി പോലുള്ളൊരു കർട്ടൻ പോലൊരു സാധനമൊക്കെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. അവിടുത്തെ ചൂടൊക്കെ കാരണം എനിക്ക് അന്ന് തന്നെ മതിയായി. എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോന്നാൽ മതി എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ആയി. കാരണം ചൂട് അത്രയാണ്, സഹിക്കാൻ വയ്യാത്ത ചൂട്. പ്രതിഭേട്ടനൊക്കെ എങ്ങനെ ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കണേന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും വെറുതെ എങ്ങനെ ഇരുന്ന് ബോറടിച്ച് കുറേ ഫോണിലൊക്കെ നോക്കിയിരുന്ന് എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടു മൈസൂരിൽ നിന്ന് ലോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അന്ന് ലോഡാകാത്തത് കാരണം ഞങ്ങൾ ഒരു റൂമെടുത്ത് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് റൂമെടുത്ത് 1000 രൂപയായി റൂമിന്. എന്നിട്ട് പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ലോറിക്ക് തന്നെ വന്നു. അങ്ങനെ ലോറി തന്നെ ഇട്ടിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തന്നെ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ റൂമിൽ വന്ന് ഫ്രഷായി. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴേക്ക് ലോഡായി. പിന്നെ നമ്മൾ വീണ്ടും ഹൈദരാബാദിലേക്ക് യാത്ര തുടർന്നു.